പുയ്യാറമഠത്തിലെ ഒരു ഭക്തിയാണ്. ബാംഗ്ലൂരുള്ള ഒരു IT ഉദ്യോഗസ്ഥയാണ്. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടാണ് മഠത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പൂജകളുടേതായിട്ടുള്ള പരിഹാര മാർഗങ്ങളെല്ലാം നോക്കി, അവരുടെ സാഹചര്യങ്ങൾ പല സമയത്ത് പല ടൈപ്പിലാവും ഇഷ്യൂസുകൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള പൂജകളൊക്കെ നോക്കി അവർക്കത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനോ ആ പ്രാർത്ഥിച്ചുള്ള കാര്യങ്ങൾ തുടരാനോ ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ പ്രശ്നം ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ അവർക്ക് സ്വാമിയെ പ്രാർത്ഥിക്കേണ്ട രീതികളും അവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അവർ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണത്. ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ആണ്, അത് കോർട്ടുമായിട്ട് വന്നു നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അവർക്കത് ഫേസ് ചെയ്യാനും അവരുടെ ജീവിതത്തിൽ അടുത്തത് എന്താണെന്നും അറിയാത്തൊരവസ്ഥയിൽ, പക്ഷെ ഭയങ്കര ഫൈറ്റിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ലേഡിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുയ്യാറമഠത്തിൽ വിഷ്ണുമായ സ്വാമിയെ ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസവും കൂടി ഉണ്ടായിരുന്നു. അവരെന്നും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ എനിക്കൊരു കാര്യം ജീവിതത്തിൽ നടക്കണം, എനിക്കതൊരു 10 മിനിറ്റെങ്കിലും നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും എന്നോട് ഇങ്ങനത്തെ ഒരു വിഷു പറയാറുണ്ട്. ഇന്നലെ അവരെന്നെ വിളിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഇത്ര നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം അതുപോലെ തന്നെ അവരെങ്ങനെയാണോ ആഗ്രഹിച്ചത് അതിനേക്കാളും അത്ഭുതകരമായ രീതിയിൽ അവർക്കത് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ നമ്മൾ പ്രസൻറ്റിൽ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അത് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയും അതിൽ വിശ്വസിക്കുകയും അതിനനുസൃതമായിട്ട് പിക്ചറൈസ് ചെയ്യുക, നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്, അത് സ്വാമിയോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത്, അപ്പോൾ ആ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മൾ സ്വാമിയുടെ അടുത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, സ്വാമിയെ കൃത്യമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ വേണമെന്ന് നമ്മൾ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 100% അത് നടക്കണം. അപ്പം ഇന്നലെ അവരെന്നെ വിളിച്ചിട്ട് ആ സന്തോഷം അവർ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ഞാനും ഭയങ്കരമായി മോട്ടിവേറ്റഡ് ആയിപ്പോയി. കാരണം നമ്മളുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി പാലിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അവർ അത്ഭുതപ്പെടുന്നു. അത്ര തന്നെയുള്ളൂ. ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും ആൾക്കാർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരതിനെ കൃത്യമായി മനസ്സിലാക്കി നമ്മളെക്കാളും സീരിയസ് ആയിട്ട് ആൾക്കാർ ചെയ്യും. റിസൾട്ട് കിട്ടുമെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ പിന്നെ ആൾക്കാർ അതിൽ അതിശക്തമായിട്ട് വിശ്വസിക്കുമെന്നും അത് ശക്തമായി ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്നൊരു ജീവിത വിജയങ്ങൾ നിങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.